നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് പ്രതിസന്ധിക്ക് പരിഹാരമായി നിരവധി പ്രഖ്യാപനങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 8 ഉത്തേജക പാക്കേജ് കൂടി പ്രഖ്യാപിച്ചതോടെ രാജ്യം പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്നത് പോലെ ചെറുകിട സംരംഭകർക്ക് നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയും ഒപ്പം ടൂറിസം സംരംഭകരും കൂടുതൽ പ്രാധാന്യത്തോടെ ഈ ഒരു പ്രഖ്യാപനങ്ങളെ ഉറ്റുനോക്കുമ്പോൾ വർത്തമാനകാലവും വിശദമായി ചർച്ച ചെയ്യുകയാണ്. ഉണർവേകാൻ സാമ്പത്തിക പാക്കേജ്. അതിഥികളായി ചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, തൃശൂർ സ്റ്റുഡിയോയിൽ അതിഥിയായി ചേരുന്നത് ശ്രീ ഇമ്മാനുവൽ തോമസ്, അസോസിയേറ്റ് പ്രൊഫസർ ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ അതിഥിയായി ചേരുന്നത് ശ്രീ പി ബാലഗോപാൽ, മാധ്യമപ്രവർത്തകൻ. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ആദ്യം ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഉത്തേജക പാക്കേജുകൾ ഉണ്ടായിരുന്നു. പ്രഖ്യാപനങ്ങളുടെ ആശ്വാസത്തിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഇനിയും പ്രതീക്ഷകളുണ്ട്. പക്ഷേ അതിനിടെ കൂടുതൽ കരുതലുമായി ഇന്നലെ വന്ന പ്രഖ്യാപനം നേരിട്ട് ജനങ്ങളിലേക്കല്ല, പക്ഷേ വായ്പയിലൂടെയാണെങ്കിലും എത്തേണ്ട മേഖലകളിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ വലിയ പ്രതിസന്ധിയുള്ള മേഖലകളെ, ചെറുകിട മേഖല, പ്രത്യേകിച്ചും ടൂറിസം സാധ്യതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുള്ള പ്രഖ്യാപനം. ഇത് ഈ 8 പ്രഖ്യാപനങ്ങളെ ഒറ്റനോട്ടത്തിൽ എങ്ങനെ കാണുന്നു? എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റായിട്ടും ആത്മനിർഭർ ഭാരത് പാക്കേജിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അത് എനിക്ക് തോന്നുന്നത് ധനമന്ത്രി പറഞ്ഞത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന 2 ലക്ഷം കോടിയുടെ എമർജൻസി ക്രെഡിറ്റ് ലൈൻ പാക്കേജിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ടൊരു അനദർ 1.5 lakh crore പറയുന്നു. അപ്പം നാച്ചുറലി ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ആ ഏർലിയർ സ്കീമും പോളിസീസും ഒക്കെ ഒരു സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരുപക്ഷെ അതിനത് കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു പാർട്ട് 2 തന്നെയാണ്. കാരണം ഈ പറയുന്ന ഒരു സെക്കൻഡ് വേവ് അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൊരു കാര്യമല്ല. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമുക്കത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് കോവിഡ് ജയിച്ചു എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ. കാര്യം വാക്സിൻസും മറ്റുമൊക്കെ നമ്മൾ വളരെ ലിബറലായിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഇൻഡെക്സസും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഏതാണ്ട് 11% ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സഡൻലി നമുക്ക് ഇങ്ങനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇത് വന്നത്. പക്ഷെ എന്തായാലും നമുക്കത് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയാനൊക്കില്ല. ഏതാണ്ട് ഇപ്പോഴും സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറിൻ്റെയൊക്കെ ഫോർകാസ്റ്റ് പറയുകയാണെങ്കിൽ 9% ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2%-3% ഇടിവാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റായിട്ട് ഇതൊരു കൈത്താങ്ങായിട്ട് നിർത്താനായിട്ട് ഉള്ളൊരു പാക്കേജ് തന്നെയാണ് എന്ന് വിശ്വസിക്കണം. നമ്മുടെ 2 ലക്ഷം കോടിയുടെ എമർജൻസി ക്രെഡിറ്റ് ലൈനിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു നല്ല ശതമാനം ഡിസ്ബേഴ്സ് ചെയ്യാൻ പറ്റിയെന്നാണ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് 1.5 lakh crore കൊടുക്കുമ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നൊരു ഫ്രീ ഡോളിനോട് വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം നാച്ചുറലി ഈ ലോൺസ് പോലും നമ്മൾ പലപ്പോഴും ഈ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുമൊക്കെ വളരെ ഇതായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിനൊരു വിൽഫുൾ ഡിഫോൾട്ട് ഉണ്ടായിരുന്നു, തിരിച്ചടയ്ക്കാനായിട്ടൊക്കെ ഉള്ള ഇതുണ്ട്, അവസാനം കടം എഴുതി തള്ളുക എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു ചേഞ്ച് നമ്മൾ എന്തായാലും ഒരു ഫോക്കസ് ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. കുറെ കൂടെ പ്രൂഡൻ്റ് ആയിട്ട് ആളുകൾ പണം വാങ്ങിക്കാനും അത് സ്പെൻഡ് ചെയ്യാനും മറ്റുമൊക്കെ തുടങ്ങി. അതിന് ബേസിക് ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ ഒക്കെ ആക്ട് പ്രകാരം അതിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുമുണ്ട്. അപ്പം ഈ പറയുന്ന അഗ്രികൾച്ചറിൻ്റെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഒരു അപ്രോച്ച് പോയിട്ടുണ്ട്. നമുക്ക് ന്യൂട്രീഷന് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നമ്മൾ അതിൻ്റെ കാർഷിക വിളയുടെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയും കുറെ കൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം പോസ്റ്റ് കോവിഡ് രീതിയിൽ മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫെറ്റീഗും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലിക്ക് പോകാനുള്ള തളർച്ച. അപ്പം നാച്ചുറലി ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒരു ഹെൽത്തിന് കൂടുതൽ ഇത് വരേണ്ട ഒരു ഭക്ഷ്യം റിസർച്ചും മറ്റുമൊക്കെ ചെയ്യണതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഇന്നലത്തെ ഒരു RTIയിൽ പറഞ്ഞിട്ടുണ്ട് കോൾഡ് ചെയിൻ, നമ്മുടെ ഈ വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കോൾഡ് ചെയിൻ സമഗ്രമായി വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ ഡിവൈഡിനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. കാരണം നമുക്കിന്ന് മനസ്സിലായി നമ്മുടെ ഇന്നത്തെ ഒരു എക്കോണമിയെ തന്നെ ഡ്രൈവ് ചെയ്യുന്നത് പല സെക്ടറുകളിലും ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയറിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴിയാണ്. കാരണം ടെലിമെഡിസിൻ പോലുള്ള സംരംഭങ്ങൾ വേണമെങ്കിലും ഒരു റിമോട്ട് ഏരിയസിലൊക്കെ പോകേണ്ട ഒരു കാര്യം വരികയാണെങ്കിൽ
ആ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാരത് നെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പുഷ് ഏതാണ്ട് 2.5 ലാക്ക് വില്ലേജസിലെ 1.56 ലാക്ക് വില്ലേജസിൽ മാത്രമേ ഇൻ്റർനെറ്റ് എത്തിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ഈ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ്. അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അലോക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിയാൽ ഈ ഏതൊക്കെ സെക്ടേഴ്സിലാണോ ഒരു ഇമ്പറ്റസ് കൊടുക്കേണ്ടത്, MSMEയിൽ ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട്, ഹെൽത്തിലൊരു 50,000 crore ഇൻ്റർവെൻഷൻ വന്നിട്ടുണ്ട്. ബാക്കി സെക്ടേഴ്സിൽ ഈ 1.1 lakh crore പറയുന്ന എമൗണ്ടിൽ പറയുന്നത് ഏതാണ്ട് 50,000 കോടിയുടെ ഹെൽത്ത് സെക്ടറും 60,000 കോടിയുടെ അതർ സെക്ടേഴ്സുമാണ്. അപ്പം ജനറലി എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യാൻ ഒക്കുന്നത്, കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പര്യാപ്തമല്ല. എത്ര തന്നെ കൊടുത്താലും ഒട്ടും പര്യാപ്തമല്ല. നമുക്ക് മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും, കാരണം അതാണ് നമ്മളെ സ്റ്റേബിളായിട്ട് നിർത്തിയിരുന്നത്. അപ്പം പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സ്റ്റോറേജിനോ ഒരു കോൾഡ് ചെയിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോ ഒക്കെ പറ്റി നമ്മൾ പഴയ ബഡ്ജറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് സംസാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ബെസ്റ്റ് ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ ഒക്കുന്നതിലെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. അപ്പം നോ കംപ്ലൈൻറ്റ്സ്. ഒൺലി തിങ് ഈസ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കുറ്റപ്പെടുത്താനും മറ്റുമൊക്കെ നോക്കാതെ നമ്മളെ ഒരു ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഇതിന് റെസ്പോണ്ട് ചെയ്ത് ഇതിനെങ്ങനെ നമുക്ക് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കും എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. എസ്പെഷ്യലി നമ്മുടെ അഗ്രി സെക്ടർ അല്ലെങ്കിൽ MSME സെക്ടറിലുള്ളവർ കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടും ഈ പണം വിനിയോഗം നടത്തുക. അതുപോലെ ടൂറിസം സെക്ടറിലാണെങ്കിലും നമുക്ക് ഈ പറയുന്ന സ്മോൾ സ്കെയിൽ വളരെ ചെറിയതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷനാണ്. അപ്പം വീസ ഫ്രീ ആയിട്ട് വരുന്നു, ഫ്രീ വീസ 5 ലക്ഷം പേർക്ക് കൊടുക്കാൻ ഒക്കുന്നു. അപ്പോൾ ഇത് ഓരോ ആളുകളും അതിനു വേണ്ടി എന്ത് വർക്ക് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ലോൺസും മറ്റും കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെയും ഇൻ്റർവെൻഷനോടുകൂടി ഈ ടൂറിസം സെക്ടർ എങ്ങനെ ബെറ്റർ ആക്കാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കുറെ കൂടെ ഫോക്കസ് ചെലുത്തണം. ഓവറോൾ എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ദ ഫിനാൻസ് മിനിസ്റ്റർ ഒരു നല്ല എഫേർട്ടാണ് ഈ പറയുന്ന പാർട്ട് 2 ആത്മനിർഭർ പാക്കേജ് പാർട്ട് 2 ചെയ്തിരിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. വ്യക്തമാണ്. തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ ഇമ്മാനുവൽ തോമസ്, ഇവിടെ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ തരംഗത്തിന്റെ സമയത്ത് രാജ്യം എന്താണോ ഡിമാൻഡ് ചെയ്തത് അതാണ് രാജ്യം നൽകിയത്. ഇപ്പോൾ വീണ്ടും ഈ രണ്ടാം തരംഗം ഇത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഇനിയുള്ള ദിവസങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം മേഖലയുടെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായാലും അങ്ങനെ ഇക്കണോമിയെ റിവൈവ് ചെയ്യാനുള്ള ഒരു പുതിയ ശ്രമം, ഈ രണ്ടാം പ്രഖ്യാപനം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ശ്രീ ഇമ്മാനുവൽ തോമസ്, ഒരു അനിശ്ചിതത്വം അതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പാക്കേജുകളെയൊക്കെ കാണേണ്ടത്. എങ്ങനെയാണ് ഇക്കോണമിയെ വീണ്ടും ഉത്തേജിപ്പിക്കുക എന്നതിലുപരിയായിട്ട് ആദ്യം ഇക്കോണമിയെ നോർമൽസിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. 2019-20 ലെവലിലേക്ക് തന്നെ ആഭ്യന്തര ഉൽപ്പാദനം എത്തിക്കുവാനായിട്ട് തന്നെ നമുക്ക് കുറച്ച് സമയമെടുക്കും. അതിനുള്ള നടപടികളാണ് ഈ പാക്കേജുകളിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, അനിശ്ചിതത്വം എന്നൊരു വാക്ക് അത് നിലനിൽക്കുന്നത് തന്നെയാണ്, അത് ഉണ്ട്, നമ്മൾ അതിനെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം പലപ്പോഴും ഉയർന്നു വരുന്നത് ഫിസ്ക്കൽ സ്റ്റിമുലസിൻ്റെ അളവ് പോരാ എന്നുള്ളതാണ്. പക്ഷേ ഇത് എത്രത്തോളം ഈ കോവിഡ് മുന്നോട്ട് നീണ്ടു നിൽക്കും, ഈ പ്രതിസന്ധി കാലം, ഈ ക്രൈസിസ് എത്ര കാലം മുന്നോട്ട് നീണ്ടു നിൽക്കും എന്നതിനെപ്പറ്റി നമുക്കറിയില്ല. ഈ അനിശ്ചിതത്വത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാവുന്നത് ഒന്ന് ഫ്രണ്ട് ലോഡ് ചെയ്യുക എക്സ്പെൻഡിച്ചറിനെ എന്നുള്ളതാണ്. ഒരു വർഷം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന പണത്തിന് കുറച്ച് നേരത്തെ സ്പെൻഡ് ചെയ്യുക. അത് നമ്മുടെ ഗവൺമെൻറ് ഒരു പരിധി വരെ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പുതിയ പാക്കേജുകൾ അനൗൺസ് ചെയ്ത് ജനങ്ങൾക്ക് ഒന്ന് റിലീഫ് കൊടുക്കുക. ഇന്നലത്തെ തന്നെ പ്രഖ്യാപനത്തിൽ ഒന്നാമതായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് റിലീഫ് വെൽഫെയർ ആസ്പെക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഹെൽത്ത് ആസ്പെക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ഗ്രോത്തിനും എംപ്ലോയ്മെൻറ്റിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ശരിയായ ദിശയിലുള്ള നടപടികൾ തന്നെയാണ്. ഇത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൽത്ത് സെക്ടറിൽ നമ്മൾ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് നമ്മൾ ടാർഗറ്റ് നേടിയെടുത്ത് ഇക്കോണമിയെ വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ
വെല്ലുവിളി, അത് ഡിസംബർ ആകുമ്പോഴേക്കും നമുക്കൊരു 90 കോടി ആൾക്കാരെ വാക്സിനേഷൻ നടത്താൻ പറ്റുകയാണ് എങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ, ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഒരു ഭാഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനായിട്ട്, അവർക്ക് അവരുടെ വെൽഫെയർ, ജനക്ഷേമം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇത് സഹായിക്കും. മറുഭാഗത്ത് ഗ്രോത്തിനെയും എംപ്ലോയ്മെൻറ്റിനെയും ജനറേറ്റ് ചെയ്യുവാനുള്ള പദ്ധതികൾ ഒരു പരിധിവരെ, അത് മിക്കവാറും ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ്റെ രീതിയിലുള്ള പദ്ധതികളാണ്. ഫിസ്ക്കൽ സ്റ്റിമുലസിനേക്കാൾ ഉപരി ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലിക്വിഡിറ്റി ഇൻഫ്യൂഷനാണ്. ക്രെഡിറ്റ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുവാനുള്ള, ക്രെഡിറ്റ് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുവാനായിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകുവാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസി തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട നടപടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ആത്മനിർഭർ ഭാരത് പാക്കേജുകളുടെ തുടർച്ചയായിട്ട് വരുന്ന ഈ പാക്കേജ്, ഈ ഇന്നലെ അനൗൺസ് ചെയ്ത പാക്കേജും തീർച്ചയായിട്ടും ഗുണകരമാവും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. വ്യക്തമാണ്. കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ ബാലഗോപാൽ ഇവിടെ സൂചിപ്പിച്ച ആദ്യ പ്രഖ്യാപനങ്ങളിൽ കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ഒരുപക്ഷെ രാജ്യത്തിന്റെ നിലനിൽപ്പെന്ന കാർഷിക മേഖലയിലെ ആ ഒരു മുന്നോട്ട് പോക്കിനെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് കണ്ടത്. സമാനമായി ഇപ്പോൾ ഇനിയുള്ള മേഖലകൾ, അവിടെ ചെറുകിട സംരംഭകരുടെ കാര്യം, അതുപോലെ തന്നെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ടൂറിസം മേഖല, ഇനിയുള്ള നാളുകൾ സാധ്യതകളുടേതാകണമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനിംഗ് ആണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ നീക്കങ്ങൾ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ടൂറിസം സംരംഭകർക്ക് പ്രതീക്ഷകൾ കൂടുതലാണ്. മാധ്യമ റിപ്പോർട്ടുകൾ മാത്രം നോക്കിയാൽ അത് മനസ്സിലാകും. എങ്ങനെയാണ് കാണുന്നത്? ശരിയാണ്. നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉള്ള ഒരു അനിശ്ചിതത്വം, നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ, അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക പാക്കേജ് 6,28,993 കോടി രൂപ നമ്മുടെ വിപണിയിൽ പലതരത്തിലും എത്തുന്ന, പലപ്പോഴും അതിൽ വലിയൊരു ഭാഗം ഗ്യാരണ്ടി സ്കീമായിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ സാമ്പത്തിക കേന്ദ്രം, ഇപ്പം ചോദ്യത്തിൽ വന്നതുപോലെ, നമ്മുടെ കേരളത്തിലെ മിക്കവാറും തെരുവുകളിൽ, വിപണികളിൽ അടഞ്ഞ സ്ഥാപനങ്ങൾ കുറെ കാലമായി. കോവിഡിന്റെ 2ാം തരംഗത്തെ നമ്മൾ നേരിട്ട അവസരത്തിൽ ഉടൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ മാറ്റം വന്നത്. നിശ്ചലാവസ്ഥ, വാങ്ങാൻ കഴിയാത്ത സ്ഥിതി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി, വിൽക്കാൻ പറ്റാത്ത സ്ഥിതി, ഇതെല്ലാം വന്ന അവസരത്തിൽ മൊത്തത്തിലൊരു നിശ്ചലാവസ്ഥ ഉണ്ടായി. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ, ഒരു മൊത്തത്തിലുള്ള ഒരു അർബൻ റൂറൽ സ്വഭാവമുള്ള കേരളത്തിൽ വലിയ നിശ്ചലാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കാർഷിക രംഗം, അതുപോലെ തന്നെ വാണിജ്യ രംഗം, അതുപോലെ വിനോദസഞ്ചാര മേഖല, ഇതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഈ പാക്കേജിൽ, അപ്പോൾ ടൂറിസ്റ്റ് മേഖലയിലുള്ള ഗൈഡുമാർക്ക് വായ്പ കൊടുക്കുക, ആ വായ്പയ്ക്ക് ഗ്യാരണ്ടി കൊടുക്കുക, അതുപോലെ തന്നെ ഈ ടൂറിസം ട്രാവൽ ഏജന്റുമാർ, അവർക്ക് അതിൻ്റെ വായ്പ കൊടുക്കുക. 10 ലക്ഷം രൂപ വരെ അവർക്ക് വായ്പ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ. അപ്പോൾ ഇതിലൊക്കെ തന്നെ ആ മേഖലയെ സജീവമാക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള തൊഴിൽ മേഖലകൾ, അതിനോടനുബന്ധിച്ചുള്ള ജീവിത മേഖലകളൊക്കെ പുനരുജ്ജീവിപ്പിക്കാനും ഒക്കെ കഴിയും. രണ്ടാമത്തത്, നമ്മുടെ ഈ മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഒരു വലിയ പ്രാധാന്യം പുതുതായിട്ട് വന്നൊരു കാര്യമാണ്. നേരത്തെ പ്രത്യേകം പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്ന് മൈക്രോ ഫിനാൻസിങ്ങും അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങളുമാണ്. അപ്പോൾ മൈക്രോ ഫിനാൻസിങ്ങിൽ രാജ്യം മുഴുവൻ ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവ നമ്മുടെ നാട്ടിലുള്ള ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന സ്വഭാവത്തെയൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനുള്ള ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് അംഗീകാരം കൊടുത്ത് വളർന്നു വരുന്നതാണ്. അപ്പോൾ അവ ശക്തമാകുന്നതോടുകൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാനും പ്രവർത്തിക്കാനും ഓരോ വിഭാഗത്തിനും കഴിയും. അതിലിപ്പം വായ്പ കൊടുക്കുന്ന 1.25 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടി വായ്പ കൊടുക്കുകയാണ്. അതിന് പലിശ 2% കുറച്ചിരിക്കുകയാണ്. RBI നിശ്ചയിച്ച പലിശയിലും 2% കുറഞ്ഞ പലിശയായിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ വലിയൊരു സ്വാധീനം, അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ തുണി ഷാപ്പുകൾ, വർക്ക്ഷോപ്പുകൾ,
ബസ്സുകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിശ്ചലമായിട്ട് കിടക്കുകയാണ്. ബസ്സുകളൊക്കെ കിടക്കുന്നത് കണ്ടാൽ വളരെ വേദന തോന്നും. അപ്പോൾ അവർക്കൊക്കെ ഒരു വായ്പ കിട്ടി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഒരു ഷോയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ഉണരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ടൈറ്റിൽ തന്നെ ഉണർവേകാൻ സാമ്പത്തിക പാക്കേജ് എന്ന അർത്ഥത്തിൽ സമൂഹത്തിൽ മൊത്തത്തിലൊരു ഉണർവ് നൽകുന്ന ഒരു പാക്കേജായി മാറും ഇത് എന്നതിൽ സംശയമില്ല. ഇതിൽ പ്രധാനമായിട്ടും ഏത് ഭാഗത്തെയും തൊട്ടിരുന്നു, അതായത് ആസാം ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ ഉള്ള അവരുടെ കാർഷിക മേഖലയിലുള്ള പുതുതായിട്ട് വന്ന ഈ കാർഷിക വിത്ത് അതുപോലെ തന്നെ സംഭരണങ്ങൾ അവ മാർക്കറ്റ് ചെയ്യാനുള്ള പരിമിതി ഇപ്പോൾ അവിടെ നേരിടുന്നത് പരിഹരിക്കാനുള്ള ഒരു പാക്കേജ് അവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കയറ്റുമതി മേഖലയ്ക്ക് നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ഗ്യാരണ്ടി വലിയ 33,000 കോടി രൂപയുടെ സ്കീം കൊടുത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ജനങ്ങളുടെ ഭക്ഷണ രീതിയെ തന്നെ സ്വാധീനിക്കുന്ന, അതായത് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു ICAR-ന്റെ ഒരു പുതിയ ഏകദേശം 20ഓളം വിത്തുകൾ, 21 പുതിയ തരത്തിലുള്ള വിത്തുകൾ അവർ വികസിപ്പിച്ച് കാർഷിക മേഖലയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി അടുത്ത തലമുറയിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് ഇന്ന് കോവിഡിന്റെ ഫലമായിട്ട് നമ്മൾ നേരിട്ട പ്രതിസന്ധി പലപ്പോഴും നമുക്ക് അനുഗ്രഹമായി മാറുമെന്നുള്ള സംശയമില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പം നമ്മുടെ ഈ ഓക്സിജന്റെയും അതുപോലെ തന്നെ ഈ പീഡിയാട്രിക് ബെഡുകളുടെയൊക്കെ അവൈലബിലിറ്റി ആൻഡ് ദ പ്രോഗ്രസ്, അവരുടെ വർധനവും അതിൻ്റെയൊക്കെ 40 ഇരട്ടി 50 ഇരട്ടിയൊക്കെയാണ് ഇതിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഭാവിയിൽ എല്ലാ മേഖലയിലും ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിനുള്ള ഒരു ഫണ്ടിങ് കൂടിയാണ് ഈ സാമ്പത്തിക പാക്കേജിൽ വന്നിരിക്കുന്നത്. വ്യക്തമാണ്. തീർച്ചയായും ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ആരോഗ്യത്തിന്റെ കൈത്താങ്ങെന്നുള്ള ഏറ്റവും പ്രസക്തമായ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. കുട്ടികളുടെ ചികിത്സകളുടെ കാര്യത്തിൽ പ്രത്യേകം അതിലൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യം അത് കൃത്യമായി ഉറപ്പുവരുത്തുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ പ്രാധാന്യത്തോടു കൂടിയുള്ള എങ്ങനെയാണ് നമ്മുടെ വേണ്ട കാർഷിക വിളകൾ, ആ ഒരു വഴിക്കുള്ള നീക്കങ്ങൾ, ഒപ്പം തന്നെ കർഷകർക്ക് കൂടുതൽ വളം സബ്സിഡിക്കായിട്ടുള്ള മറ്റ് ചില സാധ്യതകൾ കൂടി നീക്കിവെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ ഈ സർക്കാർ ഗ്യാരണ്ടിയോടെയുള്ള ഈ ഒരു വായ്പ 7.95% പലിശ നിരക്കിൽ അതിന് ഏതൊക്കെ രീതിയിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ വരും ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്? അത് എത്രത്തോളം രാജ്യത്തിന്റെ ഈ ഒരു കോവിഡ് പോരാട്ടത്തിലടക്കം കരുത്തായി മാറും? ബേസിക്കലി നമ്മൾ വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കേരളം, എസ്പെഷ്യലി കേരളത്തിൽ നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സും മറ്റുമൊക്കെ വലിയ തോതിൽ നമ്മളൊരു വളരെ സെലിബ്രേറ്റ് ചെയ്തിരുന്നതാണ്. നമ്മുടെ ലിറ്ററസിയും ഹെൽത്തും നമ്മൾ വളരെ ശക്തമായിട്ട് പ്രൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ ഈ പറയുന്ന പോലെ ഒരു പാൻഡമിക് ഒരു ഹിറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലായത്. അതിനകത്ത് പലപ്പോഴും പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ബെഡിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഞാനൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ഒരു അങ്ങനെയല്ല. കാരണം ഇതൊരു അൺപ്രീസിഡൻറ്റഡ് സിറ്റുവേഷനാണ്. ഈ അൺപ്രീസിഡൻറ്റഡ് സിറ്റുവേഷനിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു രീതിയിലുള്ള ഒരു വേവ് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിന് ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്നോ നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത് നമുക്കൊരു വ്യത്യാസം വന്നതെന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഓക്സിജൻ ആണെങ്കിൽ തന്നെ ഓക്സിജൻ്റെ നിർമ്മാണത്തിനും വിതരണത്തിനും മറ്റുമൊക്കെ ഒരു ആക്കം കൂടിയിട്ടുണ്ട്. അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇനി ആക്ച്വലി ഇത് വന്ന് ഈ പാൻഡമിക് വന്ന് എന്തായാലും അത് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിനറ്റായിട്ട് കൂടും. പക്ഷേ ഇന്ന് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജാൻ ഹേ തോ ജഹാൻ ഹേ, അതായത് ജീവനുണ്ടെങ്കിൽ ജീവിതമുള്ളൂ എന്നാണ്. അപ്പം നാച്ചുറലി അത് തന്നെയാണ് ഇന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആപ്തവാക്യം. അതായത് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വളരെ ക്രിട്ടിക്കലാണ്. ഒരു വാക്സിനേറ്റഡ് നേഷന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത്. നാച്ചുറലി നമുക്ക് ആദ്യത്തെ ഇത് വന്നപ്പോഴത്തേക്കും അത് വെന്റിലേറ്റേഴ്സിൻ്റെ ആയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഒരു വെന്റിലേറ്റർ PPE കിറ്റ് മുതൽ വെന്റിലേറ്റേഴ്സ് വരെ കംപ്ലീറ്റ്ലി ഇവിടെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു മഹീന്ദ്ര പോലുള്ള കമ്പനീസ് എല്ലാം ഈ വെന്റിലേറ്റേഴ്സ് നിർമ്മിക്കാനും അത് ഉടനെ അവരുടെ ഫാക്ടറീസ് മാറ്റി. ഇത് നമുക്ക് ആക്ച്വലി വെന്റിലേറ്റേഴ്സ് എന്ന് പറയുന്നത് പലതും വിദേശത്തു നിന്ന് വന്ന കാര്യങ്ങൾ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കുന്നത് പലരും യൂസ് ചെയ്തിട്ടില്ല പല ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും. അപ്പോൾ എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ICU ബെഡ്സ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ഇൻ്റർവെൻഷനിസ്റ്റ് ഇല്ല, അതിനുള്ള സാങ്കേതിക വിദഗ്ധരില്ല. അപ്പം ഇപ്പോൾ എക്യുപ്മെൻ്റ് ഉണ്ട്, എന്നാൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പോൾ ആ തലത്തിലേക്ക് മാറി.
പെട്ടെന്നാണ് നമ്മൾ വെന്റിലേറ്റർ ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഇതില്ല എന്ന് പറഞ്ഞ് ക്ഷാമമാണെന്നൊക്കെ പറയുമ്പോൾ പോലും അത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കയ്യിലില്ല. അപ്പം ആ ഇൻ്റർവെൻഷൻ എനിക്ക് തോന്നുന്നു അത് കാരണമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള ഇഷ്യൂസ് ഇത് തന്നെയായിരുന്നു. നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും അത് വളരെ ചില സിറ്റീസിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ബി ടൗണുകളിലാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും മറ്റേ ലോൺസ് കൊടുക്കുന്നതും 100 കോടി വരെയുള്ള ലോൺസ് കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. ഇതിൻ്റെ ഗുണം നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് സമഗ്രമായൊരു മാറ്റം ഉണ്ടാകും. ഈ പാൻഡമിക്കിന് വേണ്ടി മാത്രമല്ല, അതിന് ശേഷവും ഡെഫിനറ്റായിട്ടും ആ ഒരു കാര്യമുണ്ട്. അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് പലപ്പോഴും പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്റ്റുകളിൽ പോകുമ്പോഴും ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിൽ 100 കണക്കിന് കിലോമീറ്റർ, ഇന്ന് കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, ഇത് നോർത്ത് ഇന്ത്യ പോലുള്ള സ്റ്റേറ്റ്സിലല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും പറയുന്നത് അവിടെ ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടേഴ്സ് പോലും ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഇന്നും നമ്മൾ കിലോമീറ്ററുകൾ താണ്ടി മാത്രമേ ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നാച്ചുറലി 2 കാര്യങ്ങളാണ് എനിക്ക് ആ കണക്ട് ചെയ്ത നേരത്തെ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഡിവൈഡ് ബ്രിഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരു ടെലിമെഡിസിനും ടെലികൺസൾട്ടൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ അത്രയും അടുത്ത് നമുക്ക് ചെയ്യാനൊക്കുന്ന ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റംസ് റെഡിയാക്കുകയാണെങ്കിൽ ആംബുലൻസും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഈ പറയുന്ന ഒരു ഒബ്സർവേഷനൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് ഭയങ്കരമായി ഗുണം ചെയ്യും. അത് പക്ഷേ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഈ ലോൺസ് എടുത്തിരിക്കുന്ന സമയത്ത് ലോൺ എടുത്താണ് ഇത് പറയുന്ന 100 കോടി വരെ ലോൺ തരാം. അപ്പോൾ ആ ലോൺ എടുക്കുന്നത് എന്തിനു വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു? അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഏത് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണം, ആ ഇത് വളരെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കി പഠിച്ചിട്ട് വേണം ഈ സംരംഭകർ മുന്നോട്ട് പോകാൻ. അത് ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ PPP മോഡലും മറ്റുമൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഹെൽത്ത് കെയർ ഇൻ്റർവെൻഷൻ എനിക്ക് തോന്നുന്നു 50,000 കോടി രൂപയുടെ ആദ്യത്തെ ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹെൽത്ത് കെയറിലും ഒരു 50,000 കോടി ആരോഗ്യ രംഗത്ത് നൽകുമ്പോൾ തന്നെ 60,000 കോടിയുടേത് മറ്റ് മേഖലകളിലേക്ക്. അപ്പോൾ ഇത് രണ്ടും ഈ 50,000 crores ഒരു പാക്കേജ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് അല്ല. ഡെഫിനറ്റായിട്ടും ഒരു ക്രെഡിറ്റ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി. ഇതൊരു ലോങ് ടേം ഇൻ്റർവെൻഷനും കൂടിയാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പാൻഡമിക് ഒരു നമ്മൾ പറയുന്ന ഒരു 3rd വേവ് വന്നേക്കാം. ആ സമയത്തിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും ഈ 100 crore വലിയ എക്സ്പാൻഷൻ ഒന്നും നടത്താൻ പറ്റില്ല. സെപ്റ്റംബറിൽ ഒരു 3rd വേവ് അതിന് ചെയ്യാൻ ഒക്കുന്നത് കോവിഡ് പ്രോട്ടോകോൾസും മറ്റും പാലിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ പഠിച്ച പാഠം കൊണ്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അടുത്ത എന്തെങ്കിലും ഇതുപോലെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ അതിന് ആ സമയം യൂസ് ചെയ്ത് നമുക്കൊരു ഹെൽത്ത് കെയറിൽ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ നടത്തുക എന്ന് തന്നെയായിരിക്കണം ഗവൺമെൻറ് വിചാരിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. തീർച്ചയായും ശ്രീ ഇമ്മാനുവൽ തോമസ് ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു മേഖല ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിൽ 50,000 കോടിയുടെ സർക്കാർ ഗ്യാരണ്ടിയോടെയുള്ള പലിശ. അവിടെ ആരോഗ്യ രംഗത്തെ സംരംഭകർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ആരോഗ്യ രംഗത്ത് ഒരു ക്യാപിറ്റൽ ക്രൈസിസ് അല്ല ഉള്ളത്, പകരം സബ്സിഡി പിന്തുണയാണ് വേണ്ടതെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഏതാണ് ഒരു പ്രാധാന്യമുള്ളത്? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഗവൺമെന്റ് കണ്ടൊരു ദീർഘവീക്ഷണമുണ്ട്. ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സമയം, ഒപ്പം ഗ്രാമീണ മേഖലകളിലേക്ക് ബ്രോഡ് ബാൻഡിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയും ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മറ്റൊരു ശ്രമം കൂടി. ഇത് രണ്ടിനുമിടയിൽ ഇങ്ങനെയൊരു സഹായം നൽകുമ്പോൾ അവിടെ ഇപ്പോൾ ആരോഗ്യ സംരംഭകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾ അതിനൊരു ഉത്തരമുണ്ടോ? അതായത് മൂലധന പ്രതിസന്ധി അല്ല ഉള്ളത്, പകരം സബ്സിഡിയുടെ കാര്യത്തിൽ. ഹെൽത്തിലും എഡ്യൂക്കേഷനിലുമുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ഹെൽത്ത് സെക്ടറിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസിയിലൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഒരു 4% GDP-യുടെ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ലക്ഷ്യമാണ്. നമ്മൾ കുറേ ദശാബ്ദങ്ങളായിട്ട് വെച്ചിരിക്കുന്ന ലക്ഷ്യമാണ്. പക്ഷെ നമുക്കത് ഇപ്പോഴും 1.5% എത്തിക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഹെൽത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഒന്ന്.
പിന്നെ തത്വത്തിൽ പ്രൈവറ്റ് സെക്ടറിന് സബ്സിഡി കൊടുത്തുകൊണ്ട് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു എക്കണോമിസ്റ്റിന് എത്രത്തോളം അതിനെ അംഗീകരിക്കാൻ പറ്റും എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊന്ന് എഡ്യൂക്കേഷനിലേക്ക് വരികയാണെങ്കിൽ, എഡ്യൂക്കേഷൻ രംഗത്ത് ഇപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ട് ആവശ്യമുള്ള, നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ട് ആവശ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച പാക്കേജിൽ ഈ ഭാരത് നെറ്റ് എന്നതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, അത് പണ്ടേ കഴിയേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു എങ്കിലും അത് ഗവൺമെൻറ് ഇപ്പോൾ സ്പീഡപ്പ് ചെയ്തുകൊണ്ട് അത് 2.5 ലക്ഷം ഗ്രാമങ്ങളിൽ 1.5 ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഗ്രാമങ്ങളിലേക്ക് കൂടി ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി, ഹൈ സ്പീഡ് ഡിജിറ്റൽ കണക്ടിവിറ്റി എത്തിക്കുവാനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അത് PPP മോഡലിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ മാതൃകകൾ ഈ മേഖലകളിലൊക്കെ ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ഗവൺമെൻറ് പെട്ടെന്ന് പിന്നോക്കം പോകാൻ പാടില്ല. ഏത് വികസിത രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും, അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെയും ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും വളരെയധികം പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളം തന്നെ അതിനുള്ള നല്ലൊരു ഉദാഹരണവുമാണ്. നമ്മൾ ഈ കേരള മോഡൽ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു മോഡൽ ഉണ്ടോ എന്ന് തർക്കമുണ്ട്, എങ്കിലും സോഷ്യൽ സെക്ടറിൽ നമ്മൾ വളരെയധികം അച്ചീവ്മെൻറ്റ്, ഇക്കണോമിക് അച്ചീവ്മെൻറ്റ് ഇല്ലാതെ നേടിയെടുത്തു. അതാണല്ലോ ഈ കേരള മോഡൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് സാധ്യമായത് നമ്മൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുഴുവനും അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് സബ്സിഡൈസ്ഡ് മോഡലിനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല, അത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് വ്യക്തമാണ്. അതിലേക്കൊരു വ്യക്തതയ്ക്കായി ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇവിടെ ചില സംരംഭകർ സൂചിപ്പിച്ച ചില ചോദ്യങ്ങളാണ്. പക്ഷെ അവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന് കൃത്യമായൊരു ദിശാബോധം ആ കാര്യത്തിലുണ്ട്. ഈ പ്രഖ്യാപനം അതിലൂടെ ഈ 2ാം തരംഗത്തെ അതിജീവിച്ച് ഇനി ഒരു 3ാം തരംഗം എന്ന ചോദ്യത്തിന് മുൻപ് ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിന് സർക്കാർ ഗ്യാരണ്ടിയോടുള്ള സഹായം, അതിന് നൽകിയിരിക്കുന്ന സബ്സിഡിയുടെ കാര്യം, പലിശയുടെ കാര്യം, അതിലേക്കാണ്. അല്ല, ജനറലി ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു സബ്സിഡി ആവശ്യമുണ്ടോ ഇല്ലയോ, നമ്മളൊരു വളരെ ക്ലാസിക് എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടത് RT-PCR ടെസ്റ്റിൻ്റെ കാര്യത്തിലാണ്. ഈ RT-PCR ടെസ്റ്റ് ഇവിടെ വരുമ്പോൾ 2,000 രൂപ വെച്ചിട്ട് ആവറേജ് കോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ IMA പോലുള്ള ഓർഗനൈസേഷൻസ് നോക്കിയപ്പോൾ അവർ കണ്ടത് എയർപോർട്ടിലും മറ്റു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ വിളിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പം ഏതാണ്ട് 700 രൂപയ്ക്കകത്ത് ഇത് പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി ഇമ്മീഡിയറ്റ് ആയിട്ടൊരു 700 റുപ്പീസിന് IMAയും റെഡ് ക്രോസും ചേർന്നിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഉടനെ ഇമ്മീഡിയറ്റ് ഗവൺമെൻറ് വരുന്നു, 500 രൂപ ആയിട്ട് കുറയ്ക്കുന്നു. അപ്പോൾ ഒരു ഇമ്പാക്റ്റ്. അപ്പം ഇത് സബ്സിഡൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി എവറി പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു മിനിമം റേഞ്ചിലുള്ള ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഹെവിയാണ്. 7 വർഷം കൊണ്ട് അവർ സാധാരണഗതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു തമ്പ് റൂൾ. മാനേജ്മെന്റ് ഓഫ് കോഴ്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഇപ്പം നമുക്കറിയാം എല്ലാ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും ഒരു വളരെ വലിയ രീതിയിലാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഈ കോവിഡ് സമയത്ത് പോലും അവർ പണം ഉണ്ടാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ അതിനുള്ള ഇതായിട്ട്. അപ്പോൾ ഒരു സബ്സിഡി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല പ്രൈവറ്റ് സെക്ടറിൽ. അവർക്ക് വേണ്ടത് ഇൻസെൻറ്റീവ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഒരു ടാക്സ് ബ്രേക്ക് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ഒരു തരത്തിലുള്ള ഒരു സബ്സിഡി തന്നെയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ ഗവൺമെൻറ് സെക്ടറിലുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന് കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ടായിട്ടുള്ള ആ സ്റ്റാഫ് ഇല്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനൊക്കുന്ന കെയറിൻ്റെ പരിമിതി, എക്യുപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് അതിനൊരു പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകണം. അല്ല ഈ സബ്സിഡൈസ് ചെയ്യുന്ന അല്ല ഇതിൻ്റെ ഈ ഹെൽത്ത് കെയർ. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. അതൊരു പ്രൈവറ്റ് ഹെൽത്ത് കെയർ, അത് ലോകത്തെമ്പാടും അങ്ങനെ തന്നെയാണ്. ഈ ഹെൽത്ത് കെയറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആകുമ്പോഴേ നാച്ചുറലി പ്രൈസ് കൂടുതലാണ്.
പക്ഷേ ഇവിടെ നമുക്കുള്ള പ്രോബ്ലം ഇപ്പം നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്യുപ്മെൻ്റ് ഉണ്ട്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടേഴ്സ് ഉണ്ട്, അതിന് ക്വാളിഫൈഡ് ആയ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ പറയുന്ന ലോഡ്, ഈ പേഷ്യൻ്റ് ലോഡിനെ കേറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. എക്യുപ്മെൻറ്റിൻ്റെ ടൈംലി ആയിട്ടുള്ള അപ്കീപ്പ് നടക്കുന്നില്ല. ഇതിനൊക്കെയാണ് വാസ്തവം പറഞ്ഞാൽ ഗവൺമെൻറ് കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ഒരു ഇൻ്റർവെൻഷൻ നടക്കേണ്ടത്. അവിടെയായിരിക്കും നമുക്ക് ആക്ച്വലി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒക്കെ ചെയ്യുന്ന അവർ ബെറ്റർ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. നമുക്ക് കുറ്റം പറയാനൊക്കില്ല. കാരണം ഒരു രോഗിയെ കെയർ ചെയ്യുന്നതിനകത്ത് ഗവൺമെൻറ് സെക്ടറിൽ കിട്ടുന്നതിനേക്കാൾ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും സേവനവും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിലുള്ള പറയുന്നത്. പക്ഷെ ഇവിടെ ചെയ്യാൻ ഒക്കുന്ന പറഞ്ഞാൽ ഈ പണം ഗവൺമെൻറ് സെക്ടറിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യാൻ ഒക്കുന്നതിന് ഈ പറയുന്ന സർവീസസിൻ്റെ ബെറ്റർമെൻറ്റ് ചെയ്യുക, എക്യുപ്മെൻറ്റ് ബെറ്റർ അപ്കീപ്പ്. കാരണം എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മാത്രം യൂസ് ചെയ്താൽ തന്നെ വെന്റിലേറ്റേഴ്സും അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ഒരു ലോങ് ടേമിൽ നമുക്ക് വലിയതായിട്ട്, പക്ഷെ പലയിടത്തും സാങ്കേതിക വിദഗ്ധരില്ല. അതിന് ഗവൺമെൻറ്, അത് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. ആ സ്റ്റേറ്റിൽ എങ്ങനെ ഇൻ്റർവീൻ ചെയ്യണം, അതിനെപ്പറ്റി ഒരു പോളിസി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിന് പെട്ടെന്ന് തന്നെ ആ ലെവലിലോട്ട് എത്താൻ നോക്കും. കാരണം ഒരു ബേസ് ഉണ്ട്, ആ ബേസ് ചെയ്യുന്ന നെക്സ്റ്റ് ലെവലിലോട്ട് എത്താൻ നോക്കും. അടുത്ത ഒരു തരംഗം വരുന്നതിലേക്ക് ആ പ്രൈവറ്റ് സെക്ടറിലുള്ളത് മാത്രമല്ല നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആ സബ്സിഡൈസിനൊന്നും അല്ല, ആ 100 crore വെച്ചിട്ടുള്ള അഡീഷണൽ ലോണോ ഫെസിലിറ്റിയോ വെച്ചിട്ട് ആളുകൾക്ക് അതിനകത്തെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ആ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊരു സബ്സിഡൈസേഷൻ്റെ ആവശ്യമില്ല. വ്യക്തമാണ്. അതിന് ഈ പറയുന്ന ലോണിന്റെ റേറ്റ് തന്നെ ഏതാണ്ട് 8% താഴെയായിട്ടുള്ള റേറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സബ്സിഡി. തീർച്ചയായും. ശ്രീ ബാലഗോപാലിലേക്ക് പോകുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായ ഒരു ദിശാബോധത്തോടെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയെ സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അവിടെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇനി ഏകീകരിച്ച് കൊണ്ടുപോകേണ്ടത്? അവിടെ ചില സാധ്യതകൾ ഇവിടെ ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ടൂറിസം മേഖലയിലേക്ക് വരുമ്പോഴും സമാനമായി കേരളത്തിൽ തന്നെയാണ് ഒരുപക്ഷെ വലിയ തൊഴിൽ നഷ്ടം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതും സാമ്പത്തിക നഷ്ടവും. അവിടെയാണ് ഈ ഉത്തേജക പാക്കേജ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നതും കേരളത്തിന്. അവിടെ 5 ലക്ഷം വിസ സൗജന്യമായും അതുപോലെ ഏജന്റുമാർക്കും ഒക്കെ നൽകിയിരിക്കുന്ന വലിയൊരു സഹായം, ഒരു സപ്പോർട്ട്, ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ടൂറിസം മേഖലയെ തിരിച്ചുപിടിക്കാൻ സഹായിക്കും? അവിടെ കേരളം സംസ്ഥാന ബജറ്റിൽ ടൂറിസം മേഖലയ്ക്കായുള്ള ചില സാധ്യതകൾ പ്രഖ്യാപിച്ചിരുന്നു. അതും കൂടി ചേർത്ത് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ടൂറിസം മേഖലയുടെ ഒരു ഉണർവ് ഈ പാക്കേജിന്റെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ? ശ്രീ വേണുഗോപാൽ. ടൂറിസത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളിപ്പം ഒരു തൃശങ്കുലാണ്. അതായത് 2ാം കോവിഡ് തരംഗത്തിന്റെ ആഘാതം ടൂറിസം മേഖലയെ തകർത്തു. അതുപോലെ ടൂറിസം മേഖല മാത്രമല്ല, മൊത്തത്തിലുള്ള ജീവിതത്തെ തകർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം വിമുക്തമായി വരുന്ന അവസരത്തിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇപ്പം പൊതുവെ പ്രചരണം വന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും 3ാം തരംഗം വരുന്നുണ്ട്, അത് ഇന്ത്യയിലും വരും, അത് പ്രത്യേകിച്ച് കുട്ടികളെയാണ് ബാധിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രചരണം ഉണ്ട്. എന്നാൽ ഇത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാവുക ഈ ടൂറിസം മേഖലയിലായിരിക്കുമല്ലോ. കാരണം പുറത്തുനിന്ന് ആളുകൾ വരിക, രാജ്യത്തിനകത്തുള്ള ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുക. നമുക്ക് ഇന്ന് നെസസിറ്റി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്കാണ് വിനോദസഞ്ചാരം പോലുള്ള അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ. അപ്പം പ്രധാനപ്പെട്ട ടൂറിസം എന്നുള്ള രീതിയിലല്ലാതെ തീർത്ഥാടനം വേറൊരു കാര്യമാണ്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്ന അവസരത്തിലോ വളരെ നാമമാത്രമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥിതിയിലുമാണ്. അവിടെ ആയിരക്കണക്കിന് ജോലിക്കാരും ജീവനക്കാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഇപ്പോൾ കേരളത്തിന്റെ വലിയ വരുമാനം ഇപ്പോൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് ഒരു 1.5 വർഷത്തോളമായിട്ടത് പൂർണ്ണമായി നിശ്ചലമായിരിക്കുകയാണ്. അവിടെയുള്ള പല ആളുകളെയും ഇപ്പം ക്ഷേത്രങ്ങളിലാണെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ടൂറിസത്തിന്റെ മറ്റൊരു രീതിയിലാണ്. ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് മൊബിലിറ്റി ആണല്ലോ, മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അവർ ചെലവാക്കുന്ന പണം കേരള എക്കണോമിയെ താങ്ങി നിർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു ഈ തീർത്ഥാടകർ കൊണ്ടുവരുന്ന പണം. ഇത് കേരളത്തിൽ വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അത് മാറ്റണമെങ്കിൽ നമ്മൾ അതിനെ ക്ഷമയോടുകൂടി ഈ വിഷയത്തെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു തുറന്നുവിടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ആഘോഷമാക്കുകയാണ്, കരുതലുകൾ എടുത്തുകളയാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് വലിയൊരു കരുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസം പോലുള്ള മേഖലയ്ക്ക് ഇനി ഉണർന്നു വരാൻ കഴിയൂ. കാരണം ആളുകൾക്ക്
ഈ ഇപ്പം നമുക്കറിയാം നാട്ടിൽ ധാരാളം ആളുകളുടെ കയ്യിൽ പണമുണ്ട്. ഈ പണം ആളുകൾ ഐഡലായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പണം നെസസിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഉപയോഗിക്കണം. ഇപ്പോൾ വിവാഹ യാത്രകൾ, പാർട്ടികൾ, അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന പല ആഘോഷ പരിപാടികൾ കാണാൻ വരുന്ന ആളുകൾ, ഇവിടെയുള്ള താമസിച്ച് 1 മാസത്തോളം വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യം ഫ്രീ വിസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാസം അല്ലാതെ താമസിക്കുന്ന ആളുകൾ ഇവിടെ ധാരാളമുണ്ട്. അവരിവിടെ ഒരുപാട് പണം കൊണ്ടുവരുന്നത്. ആ പണമാണ് കേരളത്തെ സജീവമാക്കുന്നത്. അത് ഇപ്പം വയനാട്ടിലായാലും ഇടുക്കിയിലായാലും അവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പുതിയ സംരംഭകർ അവിടെ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ നിലവിലുള്ള പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉപജീവന മാർഗം അതാണ്. ഇതൊക്കെ കേരളത്തെ ബാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തെ മൊത്തത്തിൽ എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങൾ നിശ്ചലമായിരിക്കുന്ന അവസരത്തിൽ അവിടെ ഇന്നത്തെ സ്ഥിതി തുടരുന്നത് വളരെ ക്ഷമയോടുകൂടി, വളരെ ആലോചിച്ചിട്ട്, അതിൽ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഇതിലൊക്കെ വളരെ വളരെ നല്ലൊരു പഠനം ഇതിന് നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു പഠനം. അതിന് കാരണം ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ 8 പദ്ധതികളും 8 വളരെ പ്രധാനപ്പെട്ട മേഖലകളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ, അതായത് ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കൊണ്ടുവരുന്നു. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കൊണ്ടുവരുമ്പോൾ വിദേശ സഞ്ചാരിക്ക് വരാനും താമസിക്കാനും ഗ്രാമീണ ജീവിതത്തിലേക്കുള്ള ഒരു വിദേശ ടൂറിസത്തിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കലാണത്. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? നമ്മുടെ ഗ്രാമങ്ങളിൽ റോഡ് വേണം. ആ റോഡിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മുടെ 2.5 ലക്ഷം ഗ്രാമങ്ങളിൽ 1.5 ലക്ഷം ഗ്രാമങ്ങളിലേ ഇപ്പോഴും എന്തുള്ളൂ, നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇന്ത്യ മുഴുവൻ വൈദ്യുതിവൽക്കരിച്ച ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനിയും പ്രദേശങ്ങളിൽ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഒരു വിദേശ യാത്രക്കാരന് അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള ഒരാൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഇന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് ഒരു മസ്റ്റാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് വേണം. ഇതിനൊപ്പം തന്നെ ഒരു അഡീഷണൽ ആയിട്ട് പറയട്ടെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആരോഗ്യത്തിന്റെ കൂടെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന് ഇന്റർനെറ്റ് അനിവാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ റേഞ്ചുള്ള സ്ഥലം തിരഞ്ഞു പോവാണ് മലയോര മേഖലയിലുള്ള കുട്ടികൾ. വ്യക്തമാണ്. ശ്രീ ഇമ്മാനുവൽ തോമസ്, ഈ പറഞ്ഞ ടൂറിസം മേഖല അത് കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം നേരിട്ടൊരാശ്വാസം എന്നതിനപ്പുറം ഒരുപക്ഷെ സമയമെടുത്തെങ്കിലും ഈ പറയുന്ന ഒരു വലിയൊരു ലക്ഷ്യമുണ്ട്. 50,000 കോടിയുടെ വരുമാനം ടൂറിസം പ്രതീക്ഷിക്കുന്ന ഈ ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ അതിലേക്ക് എത്താൻ എന്തൊക്കെയാണ് ഇനി മുന്നിലുള്ളത് ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ? കേരളത്തെ സംബന്ധിച്ച് ടൂറിസം വളരെ പ്രധാനപ്പെട്ട മേഖലയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടൂറിസം മേഖലയാണ് ഇന്ന് ലോകത്തിൽ ഈ കോവിഡ് വന്നതുകൊണ്ട് ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖല. അപ്പോൾ ആ മേഖലയുടെ റിവൈവല് ഈ കോവിഡിനെ എത്ര വേഗത്തിൽ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നു, എത്ര വേഗത്തിൽ നമുക്ക് വാക്സിനേഷൻ നടത്തി തീർക്കാൻ പറ്റുന്നു എന്നുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ പ്രഖ്യാപനങ്ങളിലുള്ള ഫ്രീ വിസ, അതുപോലെ തന്നെ മറ്റുള്ള ചില സ്കീമുകൾ, പ്രധാനമായിട്ടും ലോൺ കൊടുക്കാനുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി, ഈ ടൂറിസ്റ്റ് ഗൈഡുകൾക്കും മറ്റുമുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി, ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ തീർച്ചയായിട്ടും അവർക്കൊരു ആശ്വാസമാണ്. പക്ഷേ ഇതൊരു നമുക്ക് വേണ്ടത് ഈ കോവിഡ് കഴിയുമ്പോഴേക്കും വലിയ ഒരു കുതിച്ചുചാട്ടം, അതാണല്ലോ ഇപ്പൊ ലക്ഷ്മി ചോദിച്ചതിന്റെ ഉന്നം അതാണെന്ന് ഞാൻ കരുതുന്നു. ഈ കോവിഡ് കഴിയുമ്പോൾ കേരളത്തിന് ഒരു വലിയ കുതിച്ചുചാട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? കാരണം തീർച്ചയായും ശ്രീ ഇമ്മാനുവൽ തോമസ് തുടരാം. ദയവായി തുടരാം ശ്രീ ഇമ്മാനുവൽ തോമസ്. താങ്കൾ കേരളത്തിന്റെ ഈ ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരുപാട് പേര് തിരികെ വരുന്നുണ്ട് എന്ന് ചില മൈഗ്രേഷൻ സ്റ്റഡീസ് നമ്മൾക്ക് വിവരം തരുന്നുണ്ട്. ഏകദേശം 12-13 ലക്ഷത്തോളം ആൾക്കാർ ഗൾഫ് മേഖലയിലും തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ 3 ലക്ഷത്തോളം പേര് 4 ലക്ഷത്തോളം പേര് ഇവരെ തുടരുവാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന് ഇപ്പം നമുക്ക് റെമിറ്റൻസ് കുറഞ്ഞിട്ടില്ല, പക്ഷേ വരും വർഷങ്ങളിൽ നമ്മളുടെ റെമിറ്റൻസസിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളം പല പ്രതിസന്ധികളെയും ഈ മുന്നിൽ കാണേണ്ടതുണ്ട്. കോവിഡ് അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ കേന്ദ്ര
ഗവൺമെൻറ്റിൻ്റെ ഈ പാക്കേജ് തരുന്ന ചില സൂചനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ടൂറിസം മേഖലയിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കേരളത്തിന് സാധിക്കണം. അത് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങളും സംസ്ഥാനങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ഓരോ മേഖലയിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് തയ്യാറാവണം. അപ്പോൾ അതൊരു ഇൻഡിക്കേറ്ററിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമല്ല. പലപ്പോഴും ഇപ്പം നമ്മൾ എല്ലാ മേഖലയിലും തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ അതിൽ ഒരു പടി മുന്നോട്ട് പോകുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം പോരാ. ഇവിടെ ബിസിനസ്സുകാർക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യുവാനുള്ള അവസരമുണ്ട് എന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കേണ്ടത് ഇവിടെ ബിസിനസ്സുകാരെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇവിടെയുള്ള ബിസിനസ്സുകാർ ഇവിടുന്ന് കൊഴിഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഗ്രോത്ത് സെന്റേഴ്സും ഇൻ മൈഗ്രേഷൻ സെന്റേഴ്സ് ആണ്. അങ്ങോട്ട് പണവും പ്രഗത്ഭരായ ആൾക്കാരും എക്സ്പേർട്സും ഒഴുകിയെത്തുന്ന സ്ഥലമാണ്. കേരളത്തെ അങ്ങനെയാക്കി മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതാണ് ടൂറിസം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ടൂറിസം വികസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി, ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വെല്ലുവിളി നമുക്ക് വാക്സിനേഷൻ മാക്സിമം കൊടുത്തുകൊണ്ട്, സാർവത്രികമായി കൊടുത്തുകൊണ്ട് നമ്മുടെ ടൂറിസം മേഖലയും അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളെയും തുറക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ഈ പാക്കേജിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഫ്രീ വിസയും മറ്റുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകളും നമ്മളെ സഹായിക്കും. അതിന് പുറമെ വരും വർഷങ്ങളിൽ ടൂറിസത്തെ വലിയ ഒരു വ്യവസായമാക്കി മാറ്റുവാനായിട്ട്, വലിയ ഒരു വളർച്ചയ്ക്ക് സാധ്യത ഉണ്ടാക്കുവാനായിട്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ചോദ്യങ്ങൾ എന്ന് തോന്നുന്നു. ബജറ്റിലൂടെ പലപ്പോഴും പ്രഖ്യാപിക്കുന്ന ജോലി, 10 ലക്ഷം ജോലി, 20 ലക്ഷം ജോലി എന്നൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ഓരോ ബജറ്റുകളിലും കേൾക്കുന്ന അനൗൺസ്മെൻറ്റ്സ് ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ വരും വർഷങ്ങളിൽ സാധ്യമാക്കുമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയും ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് വളർച്ച നേടിയെടുക്കുവാനും എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുവാനും ഇവിടുന്ന് കൊഴിഞ്ഞു പോകുന്ന ഹ്യൂമൻ ക്യാപിറ്റലിനെ ഇവിടെ പിടിച്ചു നിർത്തുവാനും അങ്ങനെ കേരളത്തെ കൂടുതൽ സമ്പന്നമാക്കാനും സമൃദ്ധിയിലേക്ക് നയിക്കുവാനും ഒക്കെ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. വ്യക്തമാണ്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ടൂറിസം സാധ്യതകളിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ, അവിടെയാണ് ഇച്ഛാശക്തിയോടുകൂടി ഈ ഒരു സാർവത്രിക വാക്സിൻ യജ്ഞത്തിനൊടുവിൽ 2022 പുതിയ പ്രതീക്ഷകൾ, അതിനായുള്ള പ്രഖ്യാപനങ്ങൾ. അവിടെ നേരത്തെ 5 ലക്ഷം വിസ സൗജന്യമായി എന്നുള്ള കാര്യത്തിനൊപ്പം തന്നെ ട്രാവൽ ഏജൻസികൾക്ക് 10 ലക്ഷം, ടൂറിസ്റ്റ് ഗൈഡും 1 ലക്ഷം രൂപ വീതം. ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ പിൽഗ്രിം സാധ്യതകൾ പറഞ്ഞു. പിൽഗ്രിം ടൂറിസത്തിന്റെ വിശാലമായ സാധ്യതകളിലേക്ക് രാജ്യം കടന്നപ്പോഴാണ് ഈ ഒരു കോവിഡ് പ്രതിസന്ധി വന്നത്. പക്ഷേ അതിനേക്ക് അതിജീവിച്ച് വരും വർഷങ്ങളിൽ അത്തരം സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താനാകുമെന്നൊരു ആത്മവിശ്വാസം ഈ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലില്ലേ? ഡെഫിനറ്റായിട്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കൂടുതലും സ്റ്റേറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷനാണ് ആവശ്യം. അപ്പോൾ നമ്മൾ കേരളം സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ആവറേജ് സ്പെൻഡ്, ഒരു വിദേശി ഇവിടെ വരുമ്പോൾ ആവറേജ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് $34 പെർ ഡേ നമ്മൾ മനസ്സിലാക്കണം. 2500 രൂപയ്ക്ക് താഴെയാണ് ഒരു വിദേശി ഇവിടെ വരുമ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു വിദേശി ഇത് വോളിയം, ഒരു ബൾക്കായിട്ടുള്ള വോളിയം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ബില്യൺ ഇവിടെ സ്പെൻഡ് ചെയ്തു, ടൂറിസത്തിന് ഇത്രയും ഉണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു ക്വാളിറ്റി ടൂറിസം നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്ന മാൽഡീവ്സിൽ തന്നെയും 2 ടൈപ്പ് ഓഫ് ടൂറിസ്റ്റാണ് വരുന്നത്. ഈ മാൽഡീവ്സിലേക്ക് പോകുന്ന വളരെ ധനാഢ്യരായിട്ടുള്ള ആളുകളും, എന്നാൽ ഇവിടെ വരുന്ന വളരെ ലോ, അതായത് അവിടെ നാട്ടിൽ താമസിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ചിലവാകും എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകൾ എന്നാണ് ജനറലി പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറലി അതിന് ഒരു ഇൻ്റർവെൻഷൻ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി, പണ്ട് ആദ്യം കഴിഞ്ഞ പാക്കേജൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഒരുപാട് PR ചെയ്തതാണ്. നമുക്ക് വലിയ വലിയ മാഗസീൻസും മറ്റുമൊക്കെ നമുക്ക് വലിയ റിവ്യൂസൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിനൊക്കെ വളരെ വലിയ അക്കാലവേറ്റ്സും എല്ലാം കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇന്ന് ഏറ്റവും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോവിഡ് വ്യാപനവും മറ്റുമൊക്കെ ഇന്നൊരു ബാഡ് PR ആണ്. അന്നൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു ഇമ്മ്യൂണിറ്റി, ഭയങ്കരമായ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം, നമ്മുടെ ആയുർവേദവും കൂടെ കൂട്ടി
ചേർത്തിട്ട് ഹെൽത്ത് ടൂറിസത്തിനെ ഭയങ്കരമായി മാർക്കറ്റ് ചെയ്യാൻ. അപ്പം ഇന്നും അത് അസാധ്യമൊന്നും അല്ല. നമുക്ക് ആ ആയുർവേദത്തിനും യോഗയ്ക്കും ഒക്കെ ഇന്നും ഒരു ഇന്റർനാഷണൽ ലെവലിലൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ ഡെഫിനറ്റായിട്ട് വെക്കും. പക്ഷേ അതല്ലാതെ പുതിയ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആക്ച്വലി ആക്ടിവിറ്റീസ് നടന്ന് തുടങ്ങിക്കഴിയും. ആളുകൾക്ക് അറിയാമോ എന്നറിയില്ല. ഈ പറയുന്ന ക്രൂ ചേഞ്ച് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ ഏതാണ്ട് 40,000-ഓളം കപ്പലാണ് ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ് വഴി പോകുന്നത്. ഇവർക്ക് ആളുകളെ മാറാനായിട്ട്, അവരുടെ ക്രൂവിനെ മാറ്റാനായിട്ട് ഒരു ചെറിയ സമയം ഉണ്ടായാൽ മതി. ചെറിയ സമയത്ത് അവിടെ വരുന്നു, ആളുകളെ മാറ്റുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇതിനകത്ത് എൻഗേജ് ചെയ്തിട്ടുള്ള പല ആളുകളും അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ഈ ഗവൺമെൻറ് ഏജൻസീസിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വളരെ നെഗറ്റീവാണ്, അല്ലെങ്കിൽ അത്ര പോരാ. നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ടീവ് എൻവറോൺമെൻ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെൻറ്ററും സ്റ്റേറ്റുമായിട്ട് ചേർന്ന് ആ ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് 5000 റൂം നൈറ്റ്സ് ആണ് ഇന്ന് കോവളം ആ ഭാഗത്ത് മാത്രമുള്ളത്. 5000 റൂംസ് തികയ്ക്കാനായിട്ട് അതെനിക്ക് തോന്നുന്നു പക്ഷേ സാധ്യമാവില്ല. എസ്പെഷ്യലി ഈ കോവിഡ് പോലുള്ള കാലഘട്ടത്ത് ആളുകൾക്ക് ഈ പലർക്കും ഇവിടെ നിന്ന് കയറി പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലോക്കൽ ക്രൂവിന് പോകാനൊക്കും, വേറെ ആളുകൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടൂറിസത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനൊക്കും, ട്രാവൽ. അപ്പം ഇങ്ങനെയുള്ള ഈ പറയുന്ന നൂതനമായ ചില ഏരിയാസ്, അല്ലാതെ എനിക്ക് തോന്നുന്നു പഴയതുപോലെ നമ്മൾ ഈ റിസോർട്ട് കെട്ടിയതോ അങ്ങനെയുള്ള അതല്ല. ഇൻ്റർവെൻഷന് മാസമായി ആലോചിച്ചാൽ 10 ലക്ഷം രൂപ വരെയുള്ള ഏജൻസാണ്. അപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള ട്രാവൽ ഗൈഡ്. അപ്പൊ ഇവർ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്സ് എടുത്ത് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള, അതായത് മാറിയ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അതിലേക്ക് വരുമ്പോൾ ശ്രീ ബാലഗോപാൽ വളരെ ചുരുക്കി പറയുമ്പോൾ, നമ്മൾ ഈ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രഖ്യാപനങ്ങൾ ഗുണകരമാകുമെന്നതിന് എങ്ങനെയാണ് അതെന്നുള്ളത് ഇവിടെ അതിഥികൾ തന്നെ പങ്കുവെക്കുകയുണ്ടായി. താങ്കൾ അതിൽ എന്താണ് കാണുന്നത്? ഇത് ഏതൊക്കെ മേഖലയ്ക്ക് പെട്ടെന്നൊരു കൈത്താങ്ങായി മാറും? നിത്യജീവിതത്തിൽ തന്നെ വലിയ പ്രതിസന്ധി, മാറിയ സാഹചര്യത്തിൽ ഇത് എങ്ങനെ ഒരു കൈത്താങ്ങായി മാറും? ഉൽപാദന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പം അതിന് അനുകൂലമായിട്ടുള്ള വായ്പാ സംവിധാനങ്ങൾ, വായ്പാ ഗ്യാരണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഉൽപാദന മേഖലയിൽ മാറ്റം ഉണ്ടാക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആകർഷകമായ ഒരു വിപണി സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ സപ്ലൈ സൈഡിൽ നിന്നുള്ള ഒരു മാറ്റം വരുമ്പം സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഈ വിപണിയുടെ ഉണർവ് സമൂഹത്തിൽ ഡിമാൻഡ് ഉണ്ടാക്കുകയും ചെയ്യും. ഡയറക്റ്റ് മണി അല്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ടിങ് ഉണ്ടാവുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് ഉണ്ടാവുക. അത് പലപ്പോഴും ഉദ്ദേശിച്ച പല മേഖലയിലേക്ക് വരില്ല. അപ്പോൾ ഇത് നല്ലൊരു ഒരു രീതിയാണ്. അപ്പോൾ ഇത് നേരത്തെ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിച്ചു കൊടുത്താൽ ഡിമാൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റ് സജീവമാകുന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു കൂടുതൽ ഫണ്ടും ഇവിടെ ഗ്യാരണ്ടിയാണ്, വായ്പയാണ്. അപ്പോൾ മാർക്കറ്റിനെ സജീവമാക്കാൻ വേണ്ടി പ്രൊഡക്ഷനെ, അതുപോലെ തന്നെ കാർഷിക മേഖലയെ ഒക്കെ സജീവമായിട്ട് ഉണർത്തുക, അതിന്റെ ഇപ്പോൾ അഗ്രോ മാർക്കറ്റിംഗ് സംവിധാനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ ഒരു ഭാഗത്തൂടെ വരുന്നുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റ് വ്യക്തമാണ്. ദയവായി ശ്രീ ഇമ്മാനുവൽ തോമസ് അവസാനിപ്പിക്കുമ്പോൾ വളരെ ചുരുക്കി, ഇനിയുള്ള ദിവസങ്ങളിൽ ഒപ്പം വേണ്ടത് എന്തൊക്കെ? എനിക്ക് തോന്നുന്നത് ഈ പാൻഡമിക് എന്ന് പറയുന്നത് ഒരു സപ്ലൈ സൈഡ് ഷോക്കും ഡിമാൻഡ് സൈഡ് ഷോക്കുമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇടപെടലുകൾ ഈ രണ്ട് ഭാഗത്തും വരുന്നുണ്ട്, സപ്ലൈ സൈഡിലും ഡിമാൻഡ് സൈഡിലും. കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിയുള്ള പൊതുവെയുള്ള ഒരു എനിക്ക് തോന്നുന്നു വിലയിരുത്തലിൽ സപ്ലൈ സൈഡിന് അല്പം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വായ്പയുടെ അടക്കം സാഹചര്യത്തിൽ എങ്ങനെയുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇനി വേണ്ടത്? വളരെ ചുരുക്കി പറയും. അല്ല, ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന ഇൻഡസ്ട്രീസ് കുറെ കൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. വായ്പ എടുക്കുന്നതിനകത്തൊരു മോഡറേഷൻ ഉണ്ടാവണം. അതുപോലെ ഈ പറയുന്ന ഏതിലാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറിഞ്ഞ്, അതായത് നമ്മൾ ഇനി ദ ബോൾ ഇസ് ഇൻ യുവർ കോർട്ട് എന്ന് പറയുന്നവരാണ്. നമ്മുടെ ഈ സംരംഭകരുടെയും MSMEയുടെയും എല്ലാം കയ്യിലാണ് ഇത് എന്താണ് ഈ പണം എടുത്ത് ചെയ്യേണ്ടതെന്ന്. ആ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റായിട്ടും ഈ റിസർവ് ബാങ്കിൻ്റെ കയ്യിലും മറ്റുമൊക്കെ ഉള്ള ആ ആയുധങ്ങൾ വളരെ പ്രൂഡൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇന്നിപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് കോൺട്രവേഴ്സിയാണ്, പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവ് കോൺട്രവേഴ്സീസാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിന് ഉള്ള ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റും ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഓൾമോസ്റ്റ് 90% 1/2 അവെയിൽ ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ലോൺ അപ്പോൾ RBIയുടെ അങ്ങനെ ഒരു വെല്ലുവിളിയൊന്നും ഞാൻ കാണുന്നില്ല. ഈ ധനസമാഹരണത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സ് റവന്യൂസ് ഒക്കെ ഒരുമാതിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഏപ്രിൽ ലെവലിലേക്ക് GST കളക്ഷനോ അങ്ങനെയുള്ള ഇത് വന്നിട്ടുണ്ട്. ഒരു ടോട്ടലി ഫോക്കസ് ഒരു വളരെ പോസിറ്റീവാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഗവൺമെന്റിന് ചെയ്യാനൊക്കുന്നത് ചെയ്തു അതിന്റെ പരിമിതമായ ഒരിക്കലും നമുക്ക് മതി വരുന്നത് പോലെ തരാനൊക്കില്ല ഗവൺമെന്റിന്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വാട്ട് എവർ പോസിബിൾ അവർ ചെയ്തു കഴിഞ്ഞു. ഈ പോസിബിലിറ്റീൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഫുഡ് സേഫ്റ്റി തന്നു, ഫ്രീ ഫുഡ് തന്നു, റേഷൻ തന്നു, ഇതെല്ലാം തന്നെങ്കിലും ഇനി നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് തീർച്ചയായും വ്യക്തമാണ്. ഉണർവേകാൻ സാമ്പത്തിക പാക്കേജിലൂടെ സാധ്യമായതെല്ലാം കേന്ദ്രം ചെയ്യുമ്പോൾ ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിഥികൾ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരും ഈ പോരാട്ടത്തിൽ അണിനിരക്കേണ്ടതാണ്. വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ശ്രീ ഇമ്മാനുവൽ തോമസ്, ഒപ്പം ശ്രീ ബാലഗോപാൽ ഇത്രയും നേരം ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.